Good morning, students. Welcome to today's class. Today we are discussing about receiver sensitivity or receiver part. Okay, receiver sensitivity. ഇനി ഒരു റിസീവറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡ്യൂൾ നമ്മൾ ഫോട്ടോ ഡിറ്റക്ടറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്തു, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവറിലെത്തി. റിസീവറിലെ ഫസ്റ്റ് പോർഷനാണ് ഫോട്ടോ ഡിറ്റക്ടർ. അതായത് ആ ഒരു ഫോട്ടോൺസിനെ എന്ത് ചെയ്തു, ഡിറ്റക്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് കറണ്ട്, ഇലക്ട്രിക്കൽ കറണ്ട് ആക്കി കൺവേർട്ട് ചെയ്തു. ഓക്കെ, സോ അതിൽ വരുന്ന ഈ റിസീവറിന്റെ സെൻസിറ്റിവിറ്റി ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. ഇത് റിസീവറിനെ ബേസ് ചെയ്യുമ്പോൾ ഓക്കെ, റിസീവർ സെൻസിറ്റിവിറ്റി, റിസീവർ എന്താണ്, ഹൈലി സെൻസിറ്റീവ് ആണ്. റിസീവർ സെൻസിറ്റിവിറ്റി പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ചെറിയൊരു ഇൻപുട്ട്, അതായത് പവർ ഇൻപുട്ട് നമ്മുടെ റിസീവറിലോട്ട് എത്തിയാലും ഒരു ഒപ്റ്റിക്കൽ പവർ, ഒരു ചെറിയൊരു വാല്യൂ ഓഫ് ഒപ്റ്റിക്കൽ പവറിൽ നമ്മുടെ റിസീവറിൽ എത്തിയാലും അത് റിസീവറിനെ എന്ത് ചെയ്യണം, ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഇസ് റിസീവർ സെൻസിറ്റീവ്. ചെറിയ വാല്യൂസ് വരെ ഈ റിസീവറിനെ സെൻസ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഇസ് റിസീവർ സെൻസിറ്റീവ്. അപ്പോൾ ഹൈ റിസീവർ സെൻസിറ്റിവിറ്റി ഉള്ള റിസീവർ ആണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, സോ എമൗണ്ട് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഒപ്റ്റിക്കൽ റിസീവർ, a receiver is said to be more sensitive if it achieves the same performance with less optical power incident on it. Okay, so അത് ഓൾവേസ് ഹൈ പെർഫോമൻസ്, അതായത് ഓരോ റിസീവറിന് ഓരോ പെർഫോമൻസ് ഉണ്ടാവും. സോ അതിന്റെ പെർഫോമൻസ് എപ്പോഴും ഒരുപോലെ ആവണം. വെൻ അതിന്റെ ഇൻപുട്ട് പവർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചൊന്നും ഈ പെർഫോമൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതായത് ഒരു ലെസ് ഇൻപുട്ട് ഒപ്റ്റിക്കൽ പവർ ആണ് ഇതിൽ ഇൻസിഡന്റ് ചെയ്യണമെങ്കിൽ പോലും ഇതിന്റെ പെർഫോമൻസിൽ ചേഞ്ച് ഒന്നുമില്ലാതെ ഇതെന്ത് ചെയ്യണം, അത് സെൻസ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് റിസീവർ സെൻസിറ്റിവിറ്റി. ദ പെർഫോമൻസ് ക്രൈറ്റീരിയ ഫോർ ഡിജിറ്റൽ റിസീവേഴ്സ് ഈസ് ഗവൺ ബൈ ദ ബിറ്റ് എറർ റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ റിസീവേഴ്സിൽ ഇപ്പോൾ റിസീവേഴ്സിന്റെ പെർഫോമൻസ് ബിറ്റ് എറർ റേറ്റ് നോക്കിയിട്ടാണ് റിസീവർ പെർഫോമൻസ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ബിറ്റ് എറർ റേറ്റ്, ഇത്ര ബിറ്റ് എറർ റേറ്റ് ആണ് ഇന്ന റിസീവറിനുള്ളത്. അങ്ങനെയാണ് നമ്മൾ റിസീവറിന്റെ മെഷർ ചെയ്യുന്ന, അല്ലെങ്കിൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന, അല്ലെങ്കിൽ പെർഫോമൻസ് ക്രൈറ്റീരിയ ബിറ്റ് എറർ റേറ്റിന്റെ ബേസ്ഡിലാണ് പറയാറ്. ഓക്കെ, സോ റിസീവർ ഷുഡ് ബി ഹൈലി സെൻസിബിൾ. Okay, even if a less output power is incident on it, we get same performance should get from the receiver. Okay, so receiver highly sensitive ആണ്. ഈ receiver sensitivity criteria measure ചെയ്യുന്നത് bit error rate ലാണ്. Okay, now what is bit error rate? Bit error rate defined as the probability of incorrect identification of a bit by the decision circuit of the receiver. Bit എറർ റേറ്റ് എന്ന് പറയുമ്പോൾ ഡിസിഷൻ സർക്യൂട്ട് ആണ്. ഇത് ഹൈ ആണോ ലോ ആണോ എന്ന് പറയാം. ഓരോ ബിറ്റ് നമുക്ക് ഡിജിറ്റൽ റിസീവേഴ്സിൽ വൺസ് ആൻഡ് സീറോസ് ആവും. സോ ഈ വൺ എന്ന് പറഞ്ഞത്, ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്തത് നമ്മൾ റിസീവറിൽ സീറോ ആയി റീഡ് ചെയ്താൽ അവിടെ ഒരു എറർ വന്നു. സീറോ എന്നുള്ളത് ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവറിൽ വൺ ആയിട്ട് റീഡ് ചെയ്താൽ അവിടെ എറർ വന്നു. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ബിറ്റിൽ വരുന്ന എറർ ആണ് ബിറ്റ് എറർ റേറ്റ്. അപ്പോൾ ഒരു 1000 ബിറ്റ്സ് വരികയാണെങ്കിൽ അതിൽ ഒരു ബിറ്റാണ് എറർ വരുന്നെങ്കിൽ, അപ്പോൾ റിസീവർ നമ്മൾ ഒരു ബിറ്റാണ് എററെങ്കിൽ അത് 1 ബിറ്റ് എറർ റേറ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ബിറ്റ് എറർ റേറ്റ് അങ്ങനെ വരുന്നത്, അതായത് ഓരോ ബിറ്റിൽ ഡിസ്റ്റൻസ് സർക്യൂട്ട് ഡിസൈഡ് ചെയ്യുമ്പോൾ ഒരു ബിറ്റിൽ വരുന്ന എറേഴ്സിനെയാണ്, അതായത് ബിറ്റ് ഇൻകറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് ബിറ്റ് എറർ റേറ്റ് പറയുക. ഓക്കെ, ഹെൻസ് അതായത് സീറോ ഉള്ളത് 1 ആയി ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ 1 ഉള്ളത് 0 ആയി ഐഡന്റിഫൈ ചെയ്യുക. അതാണ് എറർ എന്ന് പറഞ്ഞത്. അപ്പോൾ ബിറ്റ് എറർ റേറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ബിറ്റിൽ വരുന്ന ഡിസ്റ്റൻസ് സർക്യൂട്ട് ഇൻകറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ബിറ്റ് എറർ റേറ്റ്. ഓക്കെ, ഹെൻസ് എ ബിറ്റ് എറർ റേറ്റ് ഓഫ് 2 × 10⁻⁶ കറസ്പോണ്ടിങ് ടു ദ ആവറേജ് 2 എറർ പെർ മില്യൺ ബിറ്റ്സ്. അതായത് 10⁻⁶ ബിറ്റ്സിൽ ഒരു 2 എറർ, 2 × 10⁻⁶ എന്ന് പറഞ്ഞാൽ ഒരു ബില്യൺ ബിറ്റ്സിൽ അല്ലെങ്കിൽ 10⁻⁶ ബിറ്റ്സിൽ ഒരു 2 എറേഴ്സ് ഉണ്ട്. അതിനാണ് ബിറ്റ് എറർ 2 × 10⁻⁶ എന്ന് പറഞ്ഞാൽ ഒരു ബില്യൺ നമ്പർ ഓഫ് ബിറ്റ്സിൽ 2 ബിറ്റിൽ എറർ വരും. അങ്ങനെയാണ് നമ്മൾ ഓരോ റിസീവറിനെ പെർഫോമൻസ് പറയുന്നത്. ഓക്കെ, ബിറ്റ് എറർ റേറ്റിന്റെ ടേമിൽ എ കോമൺലി യൂസ്ഡ് ക്രൈറ്റീരിയ ഫോർ ഡിജിറ്റൽ ഒപ്റ്റിക്കൽ റിസീവർ റിക്വയർസ് ദ ബിറ്റ് എറർ റേറ്റ് ടു ബി ബിലോ 1 × 10⁻⁹. അപ്പോൾ നമ്മൾ എപ്പോഴും ഒപ്റ്റിക്കൽ റിസീവേഴ്സിന്റെ ബിറ്റ് എറർ റേറ്റ് എപ്പോഴും എന്താവണം, ബിലോ 1 × 10⁻⁹ ആണ്. അതായത് 10⁹ ബിറ്റ്സ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്താലും അതിൽ ഒരു ബിറ്റിലൊക്കെ എന്ത് വരാൻ പാടില്ല, എറർ വരാൻ പാടില്ല. ബിറ്റിൽ എറർ വരിക എന്ന് പറയുമ്പോൾ ഇൻഫോർമേഷൻസ് റോങ് ആയി റീഡ് ചെയ്യാന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഒപ്റ്റിക്കൽ റിസീവർ സെൻസിറ്റിവിറ്റി, അതിന്റെ പെർഫോമൻസ് ക്രൈറ്റീരിയ മെഷർ ചെയ്യുന്ന ബിറ്റ് എറർ റേറ്റ് യൂസ് ചെയ്താണ്. ബിറ്റ് എറർ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ദ പ്രോബിലിറ്റി ഓഫ് ഇൻകറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ബിറ്റ് ബൈ ദ ഡിസ്റ്റൻസ് സർക്യൂട്ട് എന്നാൽ റിസീവറിലുള്ള ഡിസ്റ്റൻസ് സർക്യൂട്ട് എങ്ങനെയാണോ ഇൻകറക്റ്റ് ബിറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ പ്രോബിലിറ്റി ആണ് ബിറ്റ് എറർ റേറ്റ്. അപ്പോൾ ഓരോ ഇതിനും നമ്മൾ നോർമൽ ആയിട്ട് ഡിജിറ്റൽ ഫിൽറ്ററിന് ബിറ്റ് റേറ്റ് 1 × 10⁻⁹ ബിറ്റ് റേറ്റ് ആണ്. കാരണം ഒരു ബിറ്റ് എറർ ആവാൻ പാടുള്ളൂ ഡ്യൂറിങ് 10⁻⁹
ബിറ്റ്സ്. ഓക്കെ, അത്രയും ബിറ്റ്സിൽ ഒരു ബിറ്റ് എറർ ആവാൻ പാടുള്ളൂ. അതാണ് കോമൺലി നമ്മുടെ ഒരു ഡിജിറ്റൽ റിസീവേഴ്സിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ commonly used criteria. Okay, now the receiver sensitivity is defined as the minimum average received power, that is P received. PR is in P received required by the receiver to operate at a 10 raised to a bit rate of 10 raised minus. So in receiver sensitivity നമ്മൾ ബിറ്റ് റേറ്റിന്റെ രീതിയിൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സോ receiver sensitivity is defined as the minimum average received power P received required by the receiver to operate at a bit rate. Okay, ഒരു റിസീവർ മിനിമം പവറിൽ ഓപ്പറേറ്റ് ചെയ്യണം വിത്ത് ബിറ്റ് റേറ്റ് 10 raised to minus 9 ബിറ്റ് റേറ്റോട് കൂടി ഒരു റിസീവർ മിനിമം ഓപ്പറേറ്റഡ് പവറിൽ ഓർ റിസീവ്ഡ് പവറിൽ, അതായത് റിസീവ് ചെയ്ത പവർ എത്ര മിനിമം ആണെങ്കിലും എത്ര ചെറിയതാണെങ്കിലും അതിന്റെ പെർഫോമൻസ് എന്താവണം, ബിറ്റർ റേറ്റ് 10 raised to minus 9 ബിറ്റർ റേറ്റ് തന്നെ യൂസ് ചെയ്തിട്ട്, അതായത് ബിറ്റർ റേറ്റ് ഇതിൽ നിന്ന് ഒരു ചേഞ്ചും വരാതെ അതെന്ത് ചെയ്യണം, സെൻസ് ചെയ്യാൻ പറ്റണം. അതാണ് റിസീവർ സെൻസിറ്റിവിറ്റി. മിനിമം ഒപ്റ്റിക്കൽ പവർ, അതായത് റിസീവ്ഡ് പവർ സെൻസ് ചെയ്യാൻ പറ്റണം വിത്ത് ബിറ്റർ റേറ്റ് 10 raised to minus 9. ദാറ്റ് ഈസ് റിസീവർ സെൻസിറ്റിവിറ്റി ഇൻ ടേംസ് ഓഫ് ബിറ്റർ റേറ്റ്. ഈ ബിറ്റർ റേറ്റിന്റെ ഇക്വേഷൻ ആണ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു e raised to minus q square by 2 by q into root of 2 pi. ബിറ്റർ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ്. സോ from here q is equal to I1 minus I0 by sigma 1 plus sigma 0. Okay, I1 എന്ന് പറയുമ്പോൾ മാക്സിമം കറന്റ് വേരിയേഷൻ ഓഫ് റിസീവ്ഡ് പൾസ്, റിസീവ് ചെയ്ത പൾസിന്റെ കറന്റ് വേരിയേഷൻ, മാക്സിമം കറന്റ് വേരിയേഷനും I0 പറയുമ്പോൾ മിനിമം കറന്റ് വേരിയേഷൻ ഓഫ് റിസീവ്ഡ് പൾസ് ആണ്. ഓക്കെ, കറന്റിൽ വരുന്ന വേരിയേഷൻ, അതായത് ഒരു പൾസിൽ കറന്റ് ഡിഫറെന്റ് വേരിയേഷൻസ് വരും. അപ്പോൾ മാക്സിമം വേരിയേഷൻ വരുന്ന കറണ്ടും മാക്സിമം ഉള്ള കറണ്ടും മിനിമം ഉള്ള കറണ്ടാണ് I1ഉം I0യും. അതുപോലെ തന്നെ സിഗ്മ 1 പറയുമ്പോൾ ഡീവിയേഷൻ അറ്റ് I1ൽ വരുന്ന ഡീവിയേഷൻ, അതായത് മാക്സിമത്തിൽ നിന്ന് വരുന്ന ബാക്കിയുള്ളവർക്ക് വരുന്ന ഡീവിയേഷൻ ആണ് സിഗ്മ 1. അതുപോലെ തന്നെ സിഗ്മ 0 പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ I0യിൽ വരുന്ന ഡീവിയേഷൻ ആണ് സിഗ്മ 0. ഫ്രം ദിസ് വി ഗെറ്റ് Q. സോ ബിറ്റർ റേറ്റ് അങ്ങനെ Q യൂസ് ചെയ്തിട്ട് ഇന്ന് E എന്ന് പറയുമ്പോൾ ഫോട്ടോൺ ചാർജ്, ഇലക്ട്രോൺ ചാർജ് ആണ് വരുന്നത്, ഇലക്ട്രോണിന്റെ ചാർജ്. ഓക്കെ, കറണ്ടിന്റെ ഫോമിലാണല്ലോ ഉണ്ടാവുന്നത്. സോ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് Q പറയുമ്പോൾ ഈ ഒരു മാക്സിമം കറന്റ് വേരിയേഷനും മിനിമം കറന്റ് വേരിയേഷനും അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഇതാണ് ബിറ്റർ റേറ്റിന്റെ ഇക്വേഷൻ. ദെൻ നെക്സ്റ്റ് മിനിമം പവർ റിസീവ്ഡ്, എത്ര പവർ ആണ് റിസീവ്, ഇപ്പൊ റിസീവർ സെൻസിറ്റിവിറ്റിന്റെ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ മിനിമം പവർ റിസീവ് ചെയ്യുന്നത് എത്ര. ഓക്കെ, സെൻസ് -9 ബിറ്റർ റേറ്റ് വരുമ്പോൾ നമ്മൾ എത്ര മിനിമം പവർ റിസീവ് ചെയ്യും എന്നുള്ളതിന്റെ ഇക്വേഷൻ ആണ്. പി റിസീവ്ഡ് ഇസ് ഈക്വൽ ടു Q by R. Q ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇക്വേഷൻ. Q by R, R പറയുമ്പോൾ റെസ്പോൺസിവിറ്റിയുടെ ഇക്വേഷൻ ആണ്, റെസ്പോൺസിവിറ്റി ഇൻറ്റു QFA Q ഡെൽറ്റ എഫ് പ്ലസ് സിഗ്മ ടി ബൈ എം. അപ്പോൾ റിസീവർ സെൻസിറ്റിവിറ്റി ആൻഡ് റിസീവർ സെൻസിറ്റിവിറ്റി ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഹിയർ FA ഈസ് ആംപ്ലിഫയർ നോയ്സ് ഫിഗർ ആണ്. Then next delta F is effective noise bandwidth. Then M is gain of the detector. Here M is gain of detector. Okay, avalanche photodiode നമ്മൾ M പഠിച്ചിട്ട് gain. Then sigma T is the RMS thermal current. Okay, then R is responsivity. Okay, ഇനി ഈ P received in case of പിന്നും അതുപോലെ തന്നെ അവലാഞ്ചെ ഫോട്ടോ ഡയോഡ്, പിൻ ഫോട്ടോ ഡയോഡിലും അവലാഞ്ചെ ഫോട്ടോ ഡയോഡിലും രണ്ട് ടൈപ്പ് ഡയോഡിലും ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആണല്ലോ. ഈ രണ്ട് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്താൽ റിസീവർ സെൻസിറ്റിവിറ്റി എങ്ങനെ വരുന്നത്, അതായത് പ്രീ റിസപ്ഷൻ എങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഡിറ്റക്ടർ പറയുമ്പോൾ നമ്മൾ റിസീവറിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഈ ഫോട്ടോ ഡിറ്റക്ടറിൽ പിൻ ഫോട്ടോ ഡിറ്റക്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ P റിസീവ്ഡിന്റെ ഇക്വേഷൻ എന്തായി മാറും, Q by R into sigma T. ഇത്രേ ഉണ്ടാവുള്ളൂ, ഈ ടേം ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു ടേം 0 ആയിട്ട് പോകും. സോ M ഈക്വൽ ടു 1 ആയിരിക്കും, കാരണം ഇവിടെ പിൻ ഡയോഡിൽ എമ്മിന്റെ വാല്യൂ 1 ആണ്, ഗെയിന് കുറവായിരിക്കും. പക്ഷെ അവലാഞ്ചയിലാണ് M കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, ഇനി P അവലാഞ്ചയിലാണെങ്കിൽ എന്തുണ്ടാവും, Q ഡെൽറ്റ എഫ് ബൈ ആർ ഇ ക്യൂ. ഓക്കെ, അതായത് ഈ ഒരു ടേം ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ ഈ ഒരു ടേം ആണ് ഉണ്ടാവുന്നത്. അപ്പൊ Q ഇൻറ്റു Q ആകുമ്പോൾ Q സ്ക്വയർ വരും. പിന്നെ ഇവിടെ സ്മോൾ Q ഡെൽറ്റ എഫ് എന്നുള്ളത് വരുന്നത് ആംപ്ലിഫയർ നോയ്സ് ഫിഗർ 1 ആക്കി എടുക്കാം ബൈ ആർ. ഓക്കെ, ഇൻറ്റു Q സ്ക്വയർ. സോ P received in avalanche photodiode is Q delta F by R Q square, and P received in pin photodiode is Q del sigma T by R. So it is the general equation. അപ്പോൾ that's all about റിസീവർ സെൻസിറ്റിവിറ്റി. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ റിസീവർ എന്നുള്ള ഒരു പാർട്ട് നോക്കാം. ഒപ്റ്റിക്കൽ റിസീവേഴ്സ്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ റിസീവർ, ഐഡിയൽ ഫോട്ടോ റിസീവർ, ഒപ്റ്റിക്കൽ റിസീവേഴ്സ്. അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവറിലെത്തി. റിസീവറിന്റെ ഫസ്റ്റ് പാർട്ട് എന്താ, ഫോട്ടോ ഡിറ്റക്ടർ. അതായത് നമ്മൾ ആ ഒരു എന്തിനാ
ഒപ്റ്റിക്കൽ ഫൈബറിന് വരുന്ന കറക്റ്റ് ലൈറ്റ് ഫോട്ടോ ഡിറ്റക്ടറിൽ എത്തുന്നു. ഈ ഒരു ലൈറ്റിനെ കറസ്പോണ്ടിങ് കറണ്ട് ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ കറണ്ടിന് ഡിഫറെന്റ് സ്റ്റേജിലോട്ട് മാറ്റുന്നു. ഞാൻ പറഞ്ഞു ലോഡ് റെസിസ്റ്റർ വെച്ചിട്ട് കറണ്ട് വോൾട്ടേജ് ആക്കി മാറ്റും. അതിനെ ആംപ്ലിഫിക്കേഷൻ ചെയ്യണം. ആംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ അവിടെ ഇക്വലൈസേഷൻ വരും. അങ്ങനെ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് നമുക്ക് ഒപ്റ്റിക്കൽ റിസീവറിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റേജസ് പഠിക്കാം. ഓക്കെ, റിസീവർ സെക്ഷൻ ആയി പഠിക്കാൻ പോകുന്നത്. Now, photodetector structure convert the incident photon optical power into photocurrent. Okay, നമുക്ക് ഇൻസിഡന്റ് ചെയ്ത ഒപ്റ്റിക്കൽ പവറിനെ അല്ലെങ്കിൽ ഇൻസിഡന്റ് ചെയ്ത ഒപ്റ്റിക്കൽ റേസിനെ ഓർ ഒപ്റ്റിക്കൽ സിഗ്നലിനെ എന്തായി മാറ്റും? ഫോട്ടോ കറണ്ട് ആക്കി മാറ്റും. ആരെ? ഫോട്ടോ ഡിറ്റക്ടർ. ഓക്കെ, ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഒപ്റ്റിക്കൽ റിസീവർ. ഒപ്റ്റിക്കൽ റിസീവറിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഡിറ്റക്ടർ എന്ത് ചെയ്യും? വരുന്ന ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ കറസ്പോണ്ടിങ് ഫോട്ടോ കറണ്ട് ആക്കി മാറ്റും. ദിസ് റോ ഇലക്ട്രിക്കൽ സിഗ്നൽ നീഡ്സ് ലിമിറ്റഡ് പ്രോസസിംഗ് ടു എക്സ്ട്രാക്ട് ദ ഒറിജിനൽ ഇൻഫോർമേഷൻ. ഓക്കെ, ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ, അതായത് നമ്മൾ ഫോട്ടോ കറണ്ട് പ്രോം ചെയ്യും. ഈ ഒരു ഫോട്ടോ കറണ്ട് ഇപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നലിലോട്ട് മാറ്റി. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ നമുക്ക് കുറേ പ്രോസസ്സ് ചെയ്യണം. എന്തിനാ? നമുക്ക് ഒറിജിനൽ ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രോസസ്സ് നമ്മൾ ചെയ്യണം. ഓക്കെ, ദ വീക്ക് ഫോട്ടോ കറണ്ട് റിക്വയർസ് ആംപ്ലിഫിക്കേഷൻ ആൻഡ് കൺവേർഷൻ ടു വോൾട്ടേജ്. അതുപോലെ ഇവിടെ വരുന്ന ഫോട്ടോ കറണ്ട് വീക്ക് ആണ് പറഞ്ഞിട്ട്. കാരണം ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് റിസീവറിൽ എത്തുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സിഗ്നൽ വീക്ക് ആയിട്ടുണ്ടാവും. ഈ വീക്ക് ആയിട്ടുള്ള ഫോട്ടോ കറണ്ടിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യണം. ആൻഡ് ഓൾസോ ഈ ഫോട്ടോ കറണ്ടിനെ നമ്മൾ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും വേണം. ദ കൺവേർട്ടഡ് സിഗ്നൽ മേ ബി അനലോഗ് ഓർ ഡിജിറ്റൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിസ്റ്റം. സിസ്റ്റത്തിനനുസരിച്ച് ഈ കൺവേർട്ട് ചെയ്ത ഈ സിഗ്നൽ അനലോഗ് ആവാം, ഡിജിറ്റൽ ആവാം. അപ്പോൾ ദ നെക്സ്റ്റ് സ്റ്റേജസ് ആർ ആസ് ഫോളോസ്. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഡിറ്റക്ഷൻ മെത്തേഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ കറണ്ട് ആയിട്ട് നമുക്ക് കയ്യിലുണ്ട്. ഓക്കെ, കറണ്ട് ഫോട്ടോ കറണ്ട് ഉണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റേജസ് ഏതൊക്കെയാ നോക്കാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് ആണ് ആംപ്ലിഫിക്കേഷൻ. ദ പവർ ഓഫ് ദ റിസീവ്ഡ് ഒപ്റ്റിക്കൽ സിഗ്നൽ ഇസ് ലെസ്. അപ്പോൾ ഫോട്ടോ ഡിറ്റക്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ആംപ്ലിഫിക്കേഷൻ അവർ ആംപ്ലിഫയറിലോട്ട് കൊടുക്കും. അതായത് പവർ ഓഫ് റിസീവ്ഡ് ഒപ്റ്റിക്കൽ പവർ ഇസ് ലെസ് ദാൻ 10 മൈക്രോവാട്ട്. 10 മൈക്രോവാട്ടിലേറെ കുറവായിരിക്കും പവർ. അതായത് നമ്മൾ റിസീവ് ചെയ്ത സിഗ്നലിന്റെ പവർ. ഓക്കെ, ദ ഡിറ്റക്ടർ സിഗ്നൽ ഇസ് ഇൻ മൈക്രോ ആംബിയർ റേഞ്ച് വിച്ച് ഈസ് ടു ബി ആംപ്ലിഫൈഡ് ഫോർ ഫർദർ സിഗ്നൽ പ്രോസസിംഗ്. ഇപ്പോൾ ഫർദർ ആയിട്ട് നമ്മൾ സിഗ്നൽ പ്രോസസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു വന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ, അതായത് വീക്ക് ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമുക്ക് എന്താക്കണം? ആംപ്ലിഫൈ ചെയ്യണം. ബിഫോർ ദാറ്റ് ഇറ്റ് നീഡ്സ് ദ കൺവേർഷൻ ഫ്രം കറണ്ട് ടു വോൾട്ടേജ്. അപ്പോൾ ഈ ആംപ്ലിഫൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫോട്ടോ കറണ്ട് ആയിട്ടാണ് കിട്ടിയത്. ഈ കറണ്ടിനെ ഒരു ലോഡ് റെസിസ്റ്റർ വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് വോൾട്ടേജ് ആയിരിക്കണം. ഈ വോൾട്ടേജിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതായത് വോൾട്ടേജ് ഇലക്ട്രിക്കൽ സിഗ്നലിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംപ്ലിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദ റിസീവർ മേ ഹാവ് വൺ ഓർ മോർ ആംപ്ലിഫിക്കേഷൻ സ്റ്റേജസ്. റിസീവറിൽ ആംപ്ലിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രോസസ് ഒരു ആംപ്ലിഫയർ മാത്രമല്ല, ഡിഫറെന്റ് ആംപ്ലിഫിക്കേഷൻ സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ആണ് സ്പെഷ്യൽ ലോ നോയ്സ് ആംപ്ലിഫയർ ഫോർ വീക്ക് ഇൻപുട്ട് ഈസ് യൂസ് ഫോർ പ്രീ ആംപ്ലിഫിക്കേഷൻ. ഫസ്റ്റ് ഒരു വളരെ ലോ നോയ്സ്, അതായത് നോയ്സ് തീരെ എഫക്ട് ചെയ്യാത്ത ഒരു ആംപ്ലിഫയർ ഉണ്ട്. നോയ്സ് റിമൂവ് ചെയ്യുന്ന ഈ ഒരു ആംപ്ലിഫയർ പ്രീ ആംപ്ലിഫയർ എന്ന് പറയാം. അപ്പോൾ ഈ നോയ്സ് ഒക്കെ ഉള്ള ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ വോൾട്ടേജ് ആക്കി മാറ്റി. ഓക്കെ, വോൾട്ടേജ് സിഗ്നൽ എന്തായി മാറും? ഈ പ്രീ ആംപ്ലിഫയർ ഒന്ന്, അതായത് വളരെ ലോ നോയ്സ് പ്രീ ആംപ്ലിഫയറിലൂടെ കടത്തിവിടും. അപ്പോൾ ചെറിയൊരു ആംപ്ലിഫിക്കേഷൻ നടക്കും. ഫർദർ ആംപ്ലിഫിക്കേഷൻ വേറെ ആംപ്ലിഫയർ സ്റ്റേജിലൂടെ കടന്ന് നമുക്ക് സിഗ്നലിനെ ഹൈ ലെവൽ സിഗ്നൽ ആക്കിയിട്ട് ഈ ആംപ്ലിഫയർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ആംപ്ലിഫയർ എക്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോട്ടോ ഡിറ്റക്ടറിലൂടെ കടത്തി വിട്ടു, ആംപ്ലിഫയറിലൂടെ കടത്തി വിട്ടു. ഇത് നെക്സ്റ്റ് സ്റ്റേജ് ആണ്. പിന്നെ നമുക്ക് ഇക്വലൈസേഷൻ പ്രൊസീജിയർ ഉണ്ട്. ഇക്വലൈസേഷൻ പ്രൊസീജിയർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിറ്റക്ഷൻ ആൻഡ് ആംപ്ലിഫിക്കേഷൻ മേ ഡിസ്റ്റോർട്ട് ദ റിസീവ്ഡ് സിഗ്നൽ. റിസീവ് സിഗ്നലിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കറണ്ട് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുമ്പോഴും ആംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോഴും ഒക്കെ അതിന് ഡിസ്റ്റോർഷൻ സംഭവിക്കും. അതായത് അതിന്റെ ഡിഫറെന്റ് സിഗ്നൽ ഡിസ്റ്റോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ ഡിഫറെന്റ് ഫ്രീക്വൻസി ഒരുപോലെ ആംപ്ലിഫൈ ചെയ്യണമെന്നില്ല ആംപ്ലിഫയർ. അപ്പോൾ ഈ ഡിഫറെന്റ് ഫ്രീക്വൻസി ഡിഫറെന്റ് രീതിയിലാണ് ആംപ്ലിഫൈ ചെയ്യുക. ഈ ആംപ്ലിഫിക്കേഷൻ ഇക്വലൈസ് ചെയ്യാനും വേണ്ടിയാണ് ഇക്വലൈസേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഡിഫറൻസ് ഇൻ ആംപ്ലിഫിക്കേഷനിൽ വരുന്ന ഡിഫറൻസും അൺഈവൻനെസ്സും റെഡി ആക്കാനും വേണ്ടിയാണ് ഇക്വലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇക്വലൈസേഷൻ സർക്യൂട്ട് ടേക്ക് കെയർ ഓഫ് ദിസ് ആൻഡ് ഇക്വലൈസസ് ദിസ് ഡിഫറൻസ് ആൻഡ് അൺഈവൻനെസ് ഇൻ ആംപ്ലിഫിക്കേഷനും ഡിറ്റക്ഷനും കഴിയുമ്പോൾ ഡിസ്റ്റോർട്ട് ചെയ്യും സിഗ്നൽ. ഈ ഡിസ്റ്റോർട്ട് ചെയ്ത സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈവൺ ആയിട്ട് ഒരുപോലെ ആംപ്ലിഫൈ ആവില്ല. അപ്പോൾ നമുക്ക് ഇക്വലൈസേഷൻ പ്രൊസീജിയറിലൂടെ ഈ ആംപ്ലിഫിക്കേഷനിലുള്ള അൺഈവൻനെസ്സും അതുപോലെ ഡിഫറൻസ് ഒക്കെ നമുക്ക് ഇക്വലൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. അതായത് ഡിഫറെന്റ് ഫ്രീക്വൻസി ലെവലായിരിക്കും. ഫ്രീക്വൻസീസ് ആർ നോട്ട് ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ഒരുപോലെ ചെയ്യില്ല. അപ്പോൾ ഡിഫറൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇക്വലൈസേഷൻ പ്രൊസീജിയറിലൂടെ നമ്മുടെ അൺഈവൻ ഇൻ ആംപ്ലിഫിക്കേഷൻ എന്ത് ചെയ്യും? ആ ഒരു സംഭവം റെഡിയാക്കും, ഇക്വലൈസ് ചെയ്യും. ദെൻ തേർഡ് സ്റ്റെപ്പാണ് ഫിൽറ്ററിങ്. ഫിൽറ്ററിങ് ആണ് നമുക്കറിയാം. ദിസ് സ്റ്റേജ് റിമൂവ്സ് ദ അൺവാണ്ടഡ് ഫ്രീക്വൻസീസ് നോയ്സ് ഹാർമോണിക്സ് ഒക്കെ റിമൂവ് ചെയ്യും ആൻഡ് ഇംപ്രൂവ് ദ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അതിന്റെ സിഗ്നൽ പവറിനെ ഇൻക്രീസ് ചെയ്യും ഫിൽറ്ററിങ് ചെയ്തിട്ട്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ത്രഷോൾഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ ത്രഷോൾഡ് ലെവലിന്റെ മുകളിലുള്ളതാണെങ്കിൽ ഓൺ, അതായത് ഹൈ വാല്യൂ, ആൻഡ്
ത്രെഷോൾഡ് ലെവലിന് താഴെ അല്ലെങ്കിൽ ലോ വാല്യൂ എന്ന് കൊടുത്ത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ഡിസ്ക്രിമിനേഷൻ. ദിസ് സർക്യൂട്ട് ജനറേറ്റ് ഡിജിറ്റൽ പൾസസ് ബൈ കമ്പയറിംഗ് ദ സിഗ്നൽ വിത്ത് ഡിസ്ക്രിമിനേഷൻ ലെവൽ ആസ് ഷോൺ ഇൻ ഫിഗർ സി. ഡിസ്ക്രിമിനേഷൻ ലെവലായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതായത് ഓക്കെ, ഇങ്ങനെ ഇതാണ് നമ്മുടെ ഒറിജിനൽ സിഗ്നൽ, ഒറിജിനൽ ഡിജിറ്റൽ സിഗ്നൽ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ. ഈ സിഗ്നൽ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് ഫോട്ടോ ഡിറ്റക്റ്റഡ് സിഗ്നലാണ് ഇത്. ഫോട്ടോ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള സിഗ്നലാണ് ഇത്. ഓക്കെ, ഇതിൽ കുറച്ച് ഡിഫക്ട്സ് ഉണ്ട്. എന്നിട്ട് ഇതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ ആംപ്ലിഫൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡിസ്ക്രിമിനേഷൻ ചെയ്യും. ദാറ്റ് ഈസ് ഡിസ്ക്രിമിനേഷൻ ത്രെഷോൾഡ് എന്നുള്ള ഒരു ലൈൻ വരച്ചിരിക്കുന്നത്. ഇതാണ് ഡിസ്ക്രിമിനേഷൻ ത്രെഷോൾഡ് ലൈൻ. ഈ ഒരു ലൈന്, ഈ ഒരു ത്രെഷോൾഡ് ലെവൽ നോക്കിയിട്ട് അതിന്റെ മുകളിലാണെങ്കിൽ ഹൈ എന്ന് കൊടുക്കും. ഓക്കെ, ഈ ഒരു ത്രെഷോൾഡിന്റെ താഴെയാണെങ്കിൽ കറക്റ്റ് ലോ വാല്യൂ കൊടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്ക്രിമിനേഷൻ. ഇതാണ് ഡിസ്ക്രിമിനേറ്ററിന്റെ ഔട്ട്പുട്ട്, ഡിസ്ക്രിമിനേറ്റഡ് ഔട്ട്പുട്ട്. ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ലെവലിന്റെ ഹൈ ആണെങ്കിൽ ഹൈ വാല്യൂ കൊടുക്കും, ലോ ആണെങ്കിൽ ലോ വാല്യൂ കൊടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. The addition circuit produces on pulse if signal level is above discrimination threshold and off pulse if signal level is below discrimination threshold. അതാണ് ഡിസ്ക്രിമിനേഷന്റെ സ്റ്റേജിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ഈസ് റീസിങ്ക്രണൈസേഷൻ. ഈ റീസിങ്ക്രണൈസേഷനിൽ എന്താ വരുന്നത് വെച്ചാൽ ദി സർക്യൂട്ട് റീക്രിയേറ്റ് ദ ക്ലോക്ക് സിഗ്നൽ ആൻഡ് പുട്ട് ദ ഡിസ്ക്രിമിനേറ്റഡ് പൾസസ് ഇൻ കറക്റ്റ് ടൈം സ്ലോട്ട്. കറക്റ്റ് ടൈം സ്ലോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ടൈം സ്ലോട്ട് കറക്റ്റ് ആണ്. ചെറിയ രണ്ടാമത്തെ പൾസിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ഇവിടെ അതുപോലെ തന്നെ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ടൈം സ്ലോട്ട് കറക്റ്റ് അല്ല. ഇവിടെ കണ്ടോ, ഈ ഒരു ടൈം സ്ലോട്ട് ഒന്ന് വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഈ ടൈം സ്ലോട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ക്ലോക്ക് പൾസ് കൊണ്ടുവന്നിട്ട് ഈ സെയിം നമ്മൾ ട്രാൻസ്മിറ്ററിൽ യൂസ് ചെയ്ത സെയിം ക്ലോക്ക് പൾസിൽ ഇത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, പുതിയ ക്ലോക്ക് പൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് ടൈം സ്ലോട്ട് കറക്റ്റ് ആക്കി വെക്കും. ഓക്കെ, ദിസ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് റീസിങ്ക്രണൈസ്ഡ് സിഗ്നൽ. സിങ്ക്രണൈസേഷൻ ചെയ്തിട്ട് ഒന്നും കൂടി റീസിങ്ക്രണൈസ് ചെയ്തിട്ടുള്ള സിഗ്നൽ. ഓക്കെ, സോ ഇത്രയും 5 സ്റ്റെപ്സ് ആണ് നമുക്ക് ചെയ്യുന്നത്. ആദ്യം ഡിറ്റക്ഷൻ ചെയ്യും, ഡിറ്റക്ഷൻ കഴിഞ്ഞ് ആംപ്ലിഫിക്കേഷൻ ചെയ്യും, ആംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ് ഇക്വലൈസേഷൻ ചെയ്യും, ഇക്വലൈസേഷൻ കഴിഞ്ഞ് ഫിൽറ്ററിംഗ് ചെയ്ത് ഡിസ്ക്രിമിനേഷൻ കഴിഞ്ഞിട്ട് റീസിങ്ക്രണൈസേഷൻ. ഓക്കെ, ഇത്രയാണ് റിസീവറിൽ നടക്കുന്ന സ്റ്റെപ്സ്. ദ സോഴ്സ് ഓഫ് നോയ്സ് അറ്റ് ഫോട്ടോ ഡിറ്റക്ടർ ആംപ്ലിഫിക്കേഷൻ സ്റ്റേജ് ആസ് ഫോളോസ്. നമുക്ക് ഫോട്ടോ ഡിറ്റക്ഷനിലും ആംപ്ലിഫിക്കേഷൻ സ്റ്റേജിലും നോയ്സ് വരുന്നു പറഞ്ഞു. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച നോയ്സ് ആണ്. അപ്പോൾ ആ ഒരു നോയ്സുകൾ 5 ടൈപ്സ് നോയ്സ് ഉണ്ട്. അതാണ് ഫസ്റ്റ് ക്വാണ്ടം നോയ്സ് ഓർ ഷോർട്ട് നോയ്സ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫോട്ടോൺസ് കൊണ്ട് വരുന്ന നോയ്സ് ആണ് ക്വാണ്ടം നോയ്സ് ഓർ ഷോർട്ട് നോയ്സ്. ഒക്കെ അതായത് ഡിഫറൻസ് ടൈമിൽ ഡിഫറെന്റ് നോയ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ദാറ്റ് ഇസ് ക്വാണ്ടം നോയ്സ്. ദെൻ സെക്കൻഡ് ഡാർക്ക് കറന്റ്. ഡാർക്ക് കറന്റ് പറഞ്ഞാൽ എന്താ, വെൻ നോ ലൈറ്റ് ഇസ് ഫാളിംഗ് ഓൺ ദ ഫോട്ടോ ഡിറ്റക്ടർ എ സ്മോൾ കറന്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. അതായത് ലൈറ്റ് ഒന്നും ഇല്ലാത്തപ്പോൾ കറന്റ് ഫ്ലോ ചെയ്യുന്ന ഡ്യൂ ടു മൈനോറിറ്റി ചാർജ് കാരിയർ. പക്ഷേ ഐഡിയലി the current under no dark light is called a dark current. Okay, light absence of light വരുന്നുണ്ടാവുന്ന കറന്റ് ആണ് ഡാർക്ക് കറന്റ്. ഐഡിയലി ഡാർക്ക് കറന്റ് 0 ആയിരിക്കും, പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ഡാർക്ക് കറന്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു ഡിറ്റക്ടർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഡാർക്ക് കറന്റ് ആസ് ലെസ് ആസ് പോസിബിൾ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ്, എക്സസ് നോയ്സ് ഡ്യൂ ടു റാൻഡം ഫ്ലക്ച്വേഷൻ. ഓക്കെ, പെട്ടെന്ന് വരുന്ന ഫ്ലക്ച്വേഷനിൽ നമുക്ക് നോയ്സ് കൂടും. അത് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അവലാഞ്ച് ഫോട്ടോ ഡയോഡിലാണ്. കാരണം അവലാഞ്ച് ഫോട്ടോ ബ്രേക്ക് ഡൗൺ വരുമ്പോൾ പെട്ടെന്ന് ഫ്ലക്ച്വേഷൻ വരും സിഗ്നലിൽ. ആ സിഗ്നൽ ഫ്ലക്ച്വേഷൻ കൊണ്ടുണ്ടാകുന്ന നോയ്സ് ആണിത്. ദെൻ തെർമൽ നോയ്സ് ഡ്യൂ ടു ബയാസ് റെസിസ്റ്റർ. നമ്മൾ ഫോട്ടോ കറണ്ടിനെ നമ്മൾ ബയാസ് റെസിസ്റ്റർ വഴിയാണ് വോൾട്ടേജ് ആക്കി മാറ്റുക. ആ ഒരു ബയാസ് റെസിസ്റ്റർ കൊണ്ട് വരുന്ന കറണ്ടാണ് നോയ്സ് ആണ് തെർമൽ നോയ്സ് അല്ലെങ്കിൽ ജോൺസൺ നോയ്സ്. ഓൾറെഡി പഠിച്ചതാണ്, അതിന്റെ ഇക്വേഷൻ ഒക്കെ പഠിച്ചതാണ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് നോയ്സ് ഇസ് ആംപ്ലിഫയർ നോയ്സ്. ആംപ്ലിഫയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോയ്സ് ആണ് ആംപ്ലിഫയർ നോയ്സ്. ഓക്കെ, so that's all about this section. Then equivalent circuit of optical fiber. Optical fiber receiverന്റെ equivalent circuit സിമ്പിൾ ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ സംഭവങ്ങളൊക്കെ വെച്ചൊന്ന് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്കൊരു ഫോട്ടോ ഡിറ്റക്ടർ ഉണ്ടാവും. ഫോട്ടോ ഡിറ്റക്ടർ കഴിഞ്ഞ് ആ ഫോട്ടോ ഡിറ്റക്ടറിനെ വോൾട്ടേജ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റർ പാരലൽ റെസിസ്റ്റർ കൊടുക്കുന്നുണ്ട്. അതാണ് ബയാസ് റെസിസ്റ്റർ. ഈ റെസിസ്റ്റർ കാരണമാണ് നമുക്ക് ജോൺസൺ അല്ലെങ്കിൽ തെർമൽ നോയ്സ് ഉണ്ടാവുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആംപ്ലിഫയർ കൊടുക്കുന്നത്. ആംപ്ലിഫയർ കൊടുക്കുമ്പോഴും ആംപ്ലിഫയറിൽ കുറച്ച് നോയ്സ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പറയാം. ഇത് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ റിസീവർ ഷോൺ ഇൻ ഫിഗർ. ഇതാണ് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ഒപ്റ്റിക്കൽ. ഓക്കെ, ഒപ്റ്റിക്കൽ റിസീവറിന്റെ ഇക്വലൻസ്, അത് റിസീവറിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അത് സർക്യൂട്ട്, അതായത് ഇക്വലന്റ് സർക്യൂട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അത് അതിലത്തെ ഓരോ കോമ്പണൻസ് നോക്കിയിട്ട് അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, ഹിയർ ഐ റെപ്രസെന്റ് ദ ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ ആസ് എ കറന്റ് സോഴ്സ്. ഇവിടെ ഒപ്റ്റിക്കൽ ഡിറ്റക്ടറിനെ നമ്മൾ കറന്റ് സോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒക്കെ ഇവിടെ സർക്യൂട്ട് ലെവലിലോട്ടാണ് നമ്മൾ ചെയ്യുക. അവിടെയുള്ള കോമ്പണൻസിനൊക്കെ സർക്യൂട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത് ഇവിടെ. സോ നമ്മൾ ഡിറ്റക്ടർ ഫസ്റ്റത്തെ കോമ്പണന്റ് ആണ് ഫോട്ടോ ഡിറ്റക്ടർ. ഫോട്ടോ ഡിറ്റക്ടറിൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫോട്ടോ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു കറന്റ്
ഐ ഡിറ്റക്ടർ കറന്റ് പറഞ്ഞിട്ട് ഒരു കറണ്ട് സോഴ്സ് ആയിട്ടാണ് അതിനെ റീപ്ലേസ് ചെയ്തേക്കുന്നത്. ഫോട്ടോ ഡിറ്റക്ടറിനെ റീപ്ലേസ് ബൈ എ കറണ്ട് സോഴ്സ്. ഓക്കെ, ദെൻ സി ഡി ഈസ് ദ ഡിറ്റക്ടർ കപ്പാസിറ്റൻസ്. നമ്മൾ പറഞ്ഞിരുന്നു ഡിറ്റക്ടറിൽ കപ്പാസിറ്റൻസ് ഫോം ചെയ്യും. സോ ഈ ഡിറ്റക്ടർ കപ്പാസിറ്റൻസ് ആയിട്ട് നമുക്ക് പാരലൽ ആയിട്ട് ഒരു സി ഡി കൊടുത്തു, സി ഡി കപ്പാസിറ്റൻസ് കൊടുത്തു. ഇതാണ് ഡിറ്റക്ടർ കപ്പാസിറ്റൻസ്. ദെൻ ആർ എൽ ഇസ് ദ ഡിറ്റക്ടർ ലോഡ് റെസിസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡിറ്റക്ടറിന് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് എടുക്കുന്നത് ഒരു ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടാണ്. ദിസ് ഇസ് ആർ എൽ. ആർ എൽ എന്നുള്ള ലോഡ് റെസിസ്റ്റർ കൊടുത്തു. ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് ഇതിൽ വരുന്ന നോയ്സ് ഒക്കെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഡിഫറെന്റ് നോയ്സ് കൺസിഡർ ചെയ്യാം. ആർ എൽ വരെ കിട്ടി. ദെൻ നെക്സ്റ്റ് ഐ ടി ഇസ് ദ തെർമൽ നോയ്സ് കറന്റ്. അപ്പോൾ ഈ ആർ എല്ലോണ്ട് ഉണ്ടാവുന്ന ഒരു റെസിസ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? തെർമൽ നോയ്സ് അല്ലെങ്കിൽ ജോൺസൺ നോയ്സ് വരും. അതാണ് ഐ ടി. അപ്പോൾ ഒരു കറണ്ട് ആണ് അവിടെ വരിക, നോയ്സ് കറന്റ്. സോ ദിസ് ഇസ് ഐ ടി. നമുക്കൊരു കറണ്ട് കിട്ടി, നോയ്സ് കറന്റ്, തെർമൽ നോയ്സ് ആണ് ഐ ടി. ദെൻ നെക്സ്റ്റ് പിന്നെ വരുന്ന നോയ്സ് ആണ് ഷോർട്ട് നോയ്സ്. ഓക്കെ, ഷോർട്ട് നോയ്സ് കറന്റ്, ദാറ്റ് ഇസ് ഐ ടി എസ്. അത് വേറൊരു നോയ്സും ഇവിടെ നമ്മൾ കറണ്ട് സോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ദെൻ ആർ എ ഇസ് ദ ആംപ്ലിഫയർ റെസിസ്റ്റർ. ഓക്കെ, ഇനി ആംപ്ലിഫയറിനും ഉണ്ട്, റെസിസ്റ്ററും ഉണ്ട്, കപ്പാസിറ്ററും ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് വെക്കാനുള്ളത് ആംപ്ലിഫയർ ആണ്. സോ ആംപ്ലിഫയറിനുള്ള റെസിസ്റ്റർ ആർ എയും കപ്പാസിറ്റർ സി എയും കൊടുത്തു. ആംപ്ലിഫയറിന്റെ റെസിസ്റ്റർ ആർ എ, കപ്പാസിറ്റർ സി എ കൊടുത്തു. ദെൻ നെക്സ്റ്റ് ആംപ്ലിഫയർ ഐ ആംപ്ലിഫയർ കൊടുത്തു. അതായത് ആംപ്ലിഫയറിലൂടെ പോകുന്ന കറണ്ട്. ആംപ്ലിഫയറിൽ വരുന്ന നോയ്സ് കറണ്ട് ആണത്. നോയ്സ് ഒക്കെ ഇവിടെ കറണ്ട് സോഴ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം ഈ നോയ്സ് ഒക്കെ സ്മോൾ കറണ്ട് ആയിട്ടാണ് ഫോം ചെയ്യുന്നത് അല്ലേ. ഓക്കെ, സോ ഇവിടെ ആംപ്ലിഫയറിൽ വരുന്ന നോയ്സ് ആണ് ഐ ആംബ്. എന്നിട്ട് ഇതെല്ലാം കൂടി എവിടെ കൊടുത്തു? ഒരു ആംപ്ലിഫയറിൽ കൊടുത്തു. ഈ ആംപ്ലിഫയർ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വലൈസേഷനിൽ കൊടുത്തു. ഇക്വലൈസർ കഴിഞ്ഞ് ഫിൽറ്ററിങ്. ഓക്കെ, അങ്ങനെ ഔട്ട്പുട്ട് എടുത്തു. ഇതാണ് നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ഒപ്റ്റിക്കൽ റിസീവർ. ഓക്കെ, ഇനി ഈ റിസീവറിന്റെ കോൺഫിഗറേഷൻ. ഓക്കെ, ഒപ്റ്റിക്കൽ റിസീവറിന്റെ കോൺഫിഗറേഷൻ. ഈ ഒരു റിസീവറിൽ വരുന്ന ആംപ്ലിഫയർ കോൺഫിഗറേഷൻ. ഈ ഒരു ആംപ്ലിഫയർ കണ്ടോ? ആംപ്ലിഫയർ കഴിഞ്ഞ് ഇക്വലൈസേഷൻ, ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ഒപ്റ്റിക്കൽ റിസീവറിന്റെ പോർഷൻ. അതായത് നമ്മുടെ നോയ്സും എല്ലാം കൂടി കൂടിയിട്ടുള്ളത്. എന്നിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. ഡിറ്റക്ടർ പോർഷൻ ആംപ്ലിഫൈ ചെയ്യുന്നു, എന്നിട്ട് ഇക്വലൈസേഷൻ ചെയ്യുന്നു. സോ ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് ഡിഫറെന്റ് കോൺഫിഗറേഷനിൽ നമുക്ക് ചെയ്യാം ആംപ്ലിഫയറിനെ. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് റിസീവർ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ. ദർ ആർ 3 കോമൺലി യൂസ്ഡ് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ. ആംപ്ലിഫയറിനെ ഡിഫറെന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ എന്ന് പറയാം. 3 ആംപ്ലിഫയർ കോൺഫിഗറേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് ലോ ഇംപെഡൻസ് ഫ്രണ്ട് എൻഡ്, ഹൈ ഇംപെഡൻസ് ഫ്രണ്ട് എൻഡ് ആൻഡ് ട്രാൻസ് ഇംപെഡൻസ് ഫ്രണ്ട് എൻഡ്. മൂന്നെണ്ണാണ്: ലോ ഇംപെഡൻസ്, ഹൈ ഇംപെഡൻസ് ആൻഡ് ട്രാൻസ് ഇംപെഡൻസ് ഫ്രണ്ട് എൻഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ലോ ഇംപെഡൻസ് അറിയുമ്പോൾ ഇവിടെ വരുന്ന ആംപ്ലിഫയറിന്റെ ഇംപെഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റർ കുറവാവുന്നതാണ് ലോ ഇംപെഡൻസ് ഫ്രണ്ട് എൻഡ് എന്ന് പറയാം. സെക്കൻഡ്, ഹൈ ഇംപെഡൻസ് ആകുമ്പോൾ ഇവിടെ ആംപ്ലിഫയറിലുള്ള റെസിസ്റ്റൻസ് ഹൈ ആവുന്നത്, ഇംപെഡൻസ് ഹൈ ആവുന്നത്. മറ്റേത് ട്രാൻസ് ഇംപെഡൻസ് അറിയുമ്പോൾ രണ്ടിന്റെയും നടുവിലുള്ളത്. ഓക്കെ, നൗ ഇതാണ് ഫിഗർ. ഇപ്പൊ ഈ ഒരു ലോ ഇംപെഡൻസ് ഫ്രണ്ട് എൻഡിന്റെ ഫിഗർ ആണിത്. ദിസ് ഇസ് ദ ഫിഗർ ഓഫ് ഹൈ ഇംപെഡൻസ് ഫ്രണ്ട് എൻഡ്. അപ്പൊ ഇത് രണ്ടും ഫിഗർ കമ്പയർ ചെയ്താൽ നമുക്ക് അറിയാം, ഇവിടെ ലോ ഇംപെഡൻസ് ഫ്രണ്ട് എൻഡിൽ ആംപ്ലിഫയർ മാത്രമേ ഉള്ളൂ, എന്നിട്ട് ഔട്ട്പുട്ട് എടുക്കുകയാണ്. പക്ഷെ ഹൈ ഇംപെഡൻസ് ഫ്രണ്ട് എൻഡിൽ ആംപ്ലിഫയറിന് ശേഷം ഒരു ഇക്വലൈസർ വെച്ചിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇത് രണ്ടുമാണ് ഹൈയും ലോ ഇംപെഡൻസ് ഫ്രണ്ട് എൻഡിന്റെ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഇനി ലോ ഇംപെഡൻസ് ഫ്രണ്ട് എൻഡിനെ കുറിച്ച് പറയാം. ഓക്കെ, ഇൻ ഫിഗർ ആർ എ. ഓക്കെ, ആർ എ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറിന്റെ റെസിസ്റ്റർ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, നമ്മൾ ഇക്വലന്റ് സർക്യൂട്ടാണ് വരക്കുന്നത്. ബാക്കിയുള്ളതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല, റെസിസ്റ്റർ മാത്രമാണ് നോക്കുന്നത്. കാരണം ഇംപെഡൻസ് ലെവൽ നോക്കണമെങ്കിൽ നമ്മൾ റെസിസ്റ്റർ മാത്രമാണ് നോക്കുന്നത്. സോ ആർ എ എന്ന് പറയുമ്പോൾ ആംപ്ലിഫയറിന്റെ റെസിസ്റ്ററും, ആർ ബി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോട്ടോ ഡിറ്റക്ടറിന്റെ റെസിസ്റ്ററുമാണ്. ഓക്കെ, ആർ എ ഇസ് ദ ആംപ്ലിഫയർ ഇൻപുട്ട് റെസിസ്റ്റർ ആൻഡ് ആർ ബി ഇസ് ദ ഡിറ്റക്ടർ ബയാസ് റെസിസ്റ്റർ. ഡിറ്റക്ടറിന് ബയാസ് കൊടുക്കുന്ന റെസിസ്റ്റർ, അതായത് വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ബയാസ് റെസിസ്റ്റർ ആണ് ആർ ബി. ഓക്കെ, സോ ദ ടോട്ടൽ ലോഡ് റെസിസ്റ്റർ ഓഫ് ദ ഫോട്ടോ ഡയോഡ്. ഈ ഒരു ഫോട്ടോ ഡയോഡിന്റെ ടോട്ടൽ റെസിസ്റ്റർ അറിയുമ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് എന്താ പാരലലി കണക്റ്റഡ് ആണ്. സോ ടോട്ടൽ റെസിസ്റ്റർ ആർ ടി എൽ ഇസ് ഈക്വൽ ടു ആർ എ ആർ ബി ബൈ ആർ എ പ്ലസ് ആർ ബി. അങ്ങനെയാണല്ലോ പാരലൽ ചെയ്യാം. 1/RA plus 1/RB ആവും. സോ RA RB plus RA plus RB. ഇനി നമുക്ക് ബാൻഡ്വിഡ്ത്ത് ആൻഡ് നോയ്സ് അത് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഇൻ ദ ഡിസൈൻ ഓഫ് റിസീവർ. റിസീവറിനെ ഡിസൈൻ ചെയ്യുമ്പോൾ ബാൻഡ്വിഡ്ത്തും നോയ്സും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്. സോ ഫ്രം ദ ഇക്വലന്റ് സർക്യൂട്ട് ദ ഫ്രണ്ട് ആൻഡ് കപ്പാസിറ്റൻസ്. ഈക്വലന്റ് സർക്യൂട്ടിൽ നിന്ന് തന്നെ നോർമൽ ആ ഒരു ഇക്വലന്റ് സർക്യൂട്ടിൽ തന്നെ കപ്പാസിറ്റൻസ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. എവിടെയൊക്കെ? ഫോട്ടോ ഡിറ്റക്ടറിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ആംപ്ലിഫയറിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. സോ ദ ടോട്ടൽ കപ്പാസിറ്റർ CT is equal to CD plus CA. CD എന്ന് പറയുമ്പോൾ കപ്പാസിറ്റർ ഇൻ ഫോട്ടോ ഡിറ്റക്ടർ ആൻഡ് CA എന്ന് പറയുമ്പോൾ കപ്പാസിറ്റർ ഇൻ ആംപ്ലിഫയർ. ഓക്കെ, നമ്മൾ ഇവിടെ കൊടുത്തിരുന്നു രണ്ടിലുള്ള കപ്പാസിറ്റേഴ്സ്, CDയും അതുപോലെ തന്നെ CAയും. ഇക്വലന്റ് സർക്യൂട്ട് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കപ്പാസിറ്ററും വേണമെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. Then next step നമ്മൾ ടോട്ടൽ കപ്പാസിറ്ററും ടോട്ടൽ റെസിസ്റ്ററും കിട്ടി. ആൻഡ് ഇഫ് ദ ലോഡ് റെസിസ്റ്റർ RTL then the post detection bandwidth. ഓക്കെ, ഇനി ബാൻഡ്വിഡ്ത്ത് ആണ് നമുക്ക് കാണാനുള്ളത്. ബാൻഡ്വിഡ്ത്ത് B is equal to 1/2πRT എന്നുള്ള ഒരു ഇക്വേഷൻ കൊടുക്കാം. നമുക്കറിയാം ദാറ്റ് ഇസ് B greater than 1/2πRT ആണല്ലോ. സോ B greater than or is equal to 1/2π. R എന്ന് പറയുമ്പോൾ ടോട്ടൽ റെസിസ്റ്റർ, ദാറ്റ് ഇസ് RTL ടോട്ടൽ ലോഡ് റെസിസ്റ്റർ ഇൻറ്റു
1/2πRC ആണ്. സോ സി എന്ന് പറയുമ്പോൾ ടോട്ടൽ കപ്പാസിറ്റർ. ഇതാണ് ഇതിന്റെ ബാൻഡ്വിഡ്ത്ത് കാണാനുള്ള ഇക്വേഷൻ. നൗ ഫ്രം ദ എബോവ് ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ടു ഇൻക്രീസ് ദ പോസ്റ്റ് ഡിറ്റക്ഷൻ ബാൻഡ്വിഡ്ത്ത്, ഈ ഒരു പോസ്റ്റ് ഡിറ്റക്ഷൻ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ഡിറ്റക്ഷൻ ബാൻഡ്വിഡ്ത്ത് എപ്പോഴും ഇൻക്രീസ്ഡ് ആയി നിൽക്കണം. ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ആണ്, ഫ്രീക്വൻസി റേഞ്ച് ഇൻക്രീസ് ആണ്, അല്ലെങ്കിൽ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ആണ്. അത് നമ്മളൊരു അഡ്വാൻറ്റേജിൽ പെട്ടാണ്. നമ്മൾ ഒരു റിസീവർ എപ്പോഴും ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ആവും. സോ പോസ്റ്റ് ഡിറ്റക്ഷൻ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ആവണമെങ്കിൽ RTL, അതായത് ഈ റെസിസ്റ്റർ, ടോട്ടൽ റെസിസ്റ്റർ എന്താണ്, ഡിക്രീസ് ചെയ്യണം. ഓക്കെ, ഈ റെസിസ്റ്റർ ഡിക്രീസ് ചെയ്താൽ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? നൗ ഹൗഎവർ ഇൻക്രീസ് ഇൻ B ആൻഡ് ഡിക്രീസ് ഇൻ RTL ഇൻക്രീസസ് ദ തെർമൽ നോയ്സ് വിച്ച് ഈസ് അൺഡിസൈറബിൾ. ഓക്കെ, B ഇൻക്രീസ് ചെയ്യാനും വേണ്ടി നമുക്ക് RTL ഡിക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. പക്ഷേ RTL നമ്മൾ ഡിക്രീസ് ചെയ്താൽ നമ്മുടെ തെർമൽ നോയ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ തെർമൽ നോയ്സിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, പ്രീവിയസ് കാർഡ്, ദിസ് ഇസ് തെർമൽ നോയ്സ് ഓർ ജോൺസൺ നോയ്സ്. ഇതിൽ നമുക്ക് RSH ഷണ്ട് ആണ്, സെയിം റെസിസ്റ്റർ ആണ്, RSH ഓർ RTH, ഇത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റർ കുറഞ്ഞാൽ എന്ത് വരും, തെർമൽ നോയ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ്. ഇവിടെ നമ്മൾ റെസിസ്റ്റർ കുറച്ചാൽ, ബാൻഡ്വിഡ്ത്ത് കൂട്ടാനും വേണ്ടി റെസിസ്റ്റർ കുറച്ചാൽ ഇവിടെ തെർമൽ നോയ്സ് ഇൻക്രീസ് ചെയ്യും. ഇത് അൺഡിസൈറബിൾ ആണ്. സോ ഇറ്റ് സിവിയർലി ലിമിറ്റ് സെൻസിറ്റീവ് ഓഫ് ദ റിസീവർ. ഇതെന്ന് പറയുമ്പോൾ റിസീവർ സെൻസിറ്റീവിനെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ സർക്യൂട്ട് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിൽ ഇംപ്രാക്ടിക്കൽ ആണ് ഇൻ കേസ് ഓഫ് ലോ ഇംപിഡൻസ് സർക്യൂട്ട്. ഓക്കെ, ലോ ആംപ്ലിഫയർ കോൺഫിഗറേഷനിൽ, ലോ ഇംപിഡൻസ് കോൺഫിഗറേഷൻ ഓർ ലോ ഇംപിഡൻസ് ഫ്രണ്ട് എൻഡ്, അതായത് ഫ്രണ്ട് എൻഡിൽ നമ്മൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുമ്പോൾ അവിടെ ലോ ഇംപിഡൻസിൽ ആംപ്ലിഫയർ യൂസ് ചെയ്താലുള്ള പ്രശ്നം ഇതാണ്, എന്ത്, ബാൻഡ്വിഡ്ത്ത് കൂട്ടണം നമുക്ക്. പക്ഷേ ബാൻഡ്വിഡ്ത്ത് കൂട്ടണമെങ്കിൽ നമ്മുടെ റെസിസ്റ്റർ കുറക്കാൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തെർമൽ നോയ്സ് ഇൻക്രീസ് ചെയ്യും. ദെൻ സെക്കൻഡ് ടൈപ്പ് ആണ്, നമുക്ക് എന്ത് ചെയ്യണം, ബാൻഡ്വിഡ്ത്ത് കൂട്ടുക വേണ്ടത്. സെക്കൻഡ് ടൈപ്പ്, പക്ഷേ നോയ്സ് കൂടാനും പാടില്ല. ഇൻ ദിസ് സർക്യൂട്ട് ദ എഫക്ട് ഓഫ് തെർമൽ നോയ്സ് ഇസ് റെഡ്യൂസ് ബൈ ഇൻക്രീസിംഗ് ദ ഡിറ്റക്ടർ ബയാസ് റെസിസ്റ്റർ ആൻഡ് ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദ ആംപ്ലിഫയർ. ഹിയർ നമുക്ക് തെർമൽ നോയ്സ് റെഡ്യൂസ് ചെയ്യണം അല്ലേ. ഇവിടെ തെർമൽ നോയ്സ് എന്നുള്ള സംഭവമാണ് വരുന്നത്. തെർമൽ നോയ്സ് നമുക്ക് ഒഴിവാക്കണം. ഇവിടെ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാം, പക്ഷേ നമ്മൾ RTL ഡിക്രീസ് ചെയ്യണം. ഡിക്രീസ് ചെയ്താൽ നമുക്ക് തെർമൽ നോയ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ തെർമൽ നോയ്സ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക, റെസിസ്റ്റർ. അപ്പോൾ നമ്മൾ തെർമൽ നോയ്സിന്റെ ആ ഇക്വേഷൻ നോക്കുമ്പോൾ ഡിനോമിനേറ്ററിലാണ് റെസിസ്റ്റർ. തെർമൽ നോയ്സ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇംപിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റർ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഈ ഹൈ ഇംപിഡൻസ് കണ്ടോ, റെസിസ്റ്റർ ഇൻക്രീസ് ചെയ്യണതാണ് ഹൈ ഇംപിഡൻസ്. അപ്പോൾ തെർമൽ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇൻക്രീസിങ് ദ ഡിറ്റക്ടർ ബയാസ് റെസിസ്റ്റർ ഇൻപുട്ട് ഇംപിഡൻസും ബയാസ് റെസിസ്റ്ററും ഇൻക്രീസ് ചെയ്യുക. ദാറ്റ് ഈസ് ഹൈ ഇംപിഡൻസ് ഫ്രണ്ട് എൻഡ്. അപ്പോൾ ഇവിടെ ഇംപിഡൻസ് ചെയ്തു, ഇൻക്രീസ് ചെയ്തു, തെർമൽ റെസിസ്റ്റൻസ് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ഓക്കെയാണ്. പക്ഷേ ഇംപിഡൻസ് ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ ബാൻഡ്വിഡ്ത്ത് എന്ത് സംഭവിക്കും, ദ ഫ്രീക്വൻസി റെസ്പോൺസസ് ഡീഗ്രേഡ്. ഫ്രീക്വൻസി റെസ്പോൺസ് ഡീഗ്രേഡ് ചെയ്യും, അതായത് ബാൻഡ്വിഡ്ത്ത് ഡീഗ്രേഡ് ചെയ്യും, ഫ്രീക്വൻസി റെസ്പോൺസ് ഡീഗ്രേഡ് ചെയ്യും. അങ്ങനെ ഫ്രീക്വൻസി റെസ്പോൺസ് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അൺഈവൻ ഫ്രീക്വൻസി റെസ്പോൺസിനെ ക്യൂർ ചെയ്യാനും വേണ്ടി നമ്മൾ ഇക്വലൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇക്വലൈസേഷൻ ആഡ് ചെയ്താൽ ആ ഒരു പ്രോബ്ലം സോൾവ് ആവും. ദ ഡിറ്റക്ടർ ഔട്ട്പുട്ട് ഇസ് ഇൻറ്റഗ്രേറ്റഡ് ഓവർ എ long time constant and the restored by a differentiation with the help of a equalization. Figure B. Thus, this structure gives much better sensitivity as compared to low impedance front-end configuration, but needs equalization, has limited dynamic range. Okay. ഇവിടെ അപ്പോൾ ബാൻഡ്വിഡ്ത്ത് കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും, ഡൈനാമിക് റേഞ്ച് ലിമിറ്റഡ് ആയിരിക്കും. ഇവിടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇക്വലൈസർ യൂസ് ചെയ്താൽ നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസിലുള്ള ഡീഗ്രഡേഷൻ എന്ത് ചെയ്യും. ഇവിടെ നമ്മൾ പറഞ്ഞു ഇംപിഡൻസ് കൂട്ടുക, അതായത് റെസിസ്റ്റർ കൂട്ടുമ്പോൾ നമ്മുടെ തെർമൽ നോയ്സ് റെഡ്യൂസ് ചെയ്യും. പക്ഷേ തെർമൽ നോയ്സ് റെഡ്യൂസ് ചെയ്താലും റെസിസ്റ്റൻസ് കൂട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് ബാൻഡ്വിഡ്ത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാം, റെസിസ്റ്റൻസ് കൂട്ടുമ്പോൾ റെസ്പോൺസിൽ ഡീഗ്രഡേഷൻ വരും. ഈ റെസ്പോൺസിൽ വരുന്ന ഡീഗ്രഡേഷൻ ഇക്വലൈസേഷൻ വഴി നമുക്ക് ക്ലിയർ ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത് വരുമ്പോൾ ഇക്വലൈസേഷൻ വഴി ക്ലിയർ ചെയ്താലും ലിമിറ്റഡ് ഡൈനാമിക് റേഞ്ച് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് റേഞ്ചോ ഡൈനാമിക് റേഞ്ച് നമുക്കിവിടെ കുറവാണ്. ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് ട്രാൻസ് impedance front end. Okay, trans impedance front end configuration. ഇതാണ് ട്രാൻസ് ഇംപിഡൻസ് ഫ്രണ്ട് എൻഡ്. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇവിടെ ലോഡ് റെസിസ്റ്റർ, ഇവിടെ RTL അറിയുമ്പോൾ നമ്മൾ ടോട്ടൽ, അതായത് RAന്റെ RBന്റെ RTL ആണ്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടോ, നെഗറ്റീവിലോട്ട് ആംപ്ലിഫയറിന്റെ നെഗറ്റീവിലോട്ട് കൊടുത്തത്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ബൈ RL, ഒരു ലോഡ് റെസിസ്റ്റർ വഴി നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളും സോൾവ് ആവും, അതായത് തെർമൽ നോയ്സും റെഡ്യൂസ് ആവും, അതുപോലെ തന്നെ നമുക്ക് ബാൻഡ്വിഡ്ത്തും കൂടുതൽ കിട്ടും ഈ ഒരു ട്രാൻസ് ഇംപിഡൻസ് കേസിൽ. അതെ, ഇൻ ട്രാൻസ് ഇംപിഡൻസ് ഫ്രണ്ട് എൻഡ് configuration, a low noise high input impedance amplifier with a negative feedback is used to overcome the drawback of the high impedance front end configuration. ഈ high impedance front end
കോൺഫിഗറേഷൻ്റെ, അതായത് ഇതിന് മുമ്പുള്ള ഹൈ ഇംപെഡൻസിൽ എന്തായിരുന്നു ഡിസഡ്വാൻറ്റേജ്? അതിൻ്റെ ഡൈനാമിക് റേഞ്ച് കുറവാണ്. അപ്പോൾ ആ ഡൈനാമിക് റേഞ്ച് ഇൻക്രീസ് ചെയ്യാനും വേണ്ടി നമ്മൾ ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ലോഡ് റെസിസ്റ്റർ കൊടുത്താൽ ഇവിടെ എന്ത് ചെയ്യും? ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ എ കറന്റ് മോഡ് ആംപ്ലിഫയർ ആൻഡ് ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ഇസ് റെഡ്യൂസ് ബൈ നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് വഴി നമ്മൾ വരുന്ന ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് വരുന്നതുകൊണ്ടാണ്, ഇൻപുട്ട് ഇംപെഡൻസ് വളരെ കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ബാൻഡ് വിഡ്ത്ത് കൂട്ടാതെ. ഈ ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വഴി റെഡ്യൂസ് ആവും. ഓക്കെ, സോ ഇവിടെ വരുന്ന ഇംപിഡൻസ് കൂടും, ഇവിടെ ഇംപിഡൻസ് കൂടും. സോ ഇംപിഡൻസ് കൂടുമ്പോൾ നമുക്ക് തെർമൽ നോയ്സ് കുറയും. അപ്പോൾ നോയ്സ് കുറഞ്ഞു. ഇനി നോയ്സ് കുറയുമ്പോൾ നമുക്ക് ബാൻഡ് വിഡ്ത്തിന്റെ പ്രശ്നം വരുന്നത് ഇംപിഡൻസ് കൂടുന്നുണ്ട്. ആ ഇംപിഡൻസ് കൂടുന്നത് ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ആ ഇഫക്റ്റ് നമുക്ക് ആംപ്ലിഫയറിൽ വരില്ല. ആ ഇഫക്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം ബൈ യൂസിങ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് വിത്ത് RL ലോഡ്. അപ്പോൾ നമുക്ക് എന്തായി? bandwidth increases. So high input impedance feedback കൊടുക്കുമ്പോൾ this configuration provides much greater bandwidth as well as reduced thermal noise. അതായത് രണ്ടിൽ വരുന്ന നെഗറ്റീവ്സ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ സോൾവ് ചെയ്തു. അപ്പോൾ ലോ ഇംപെഡൻസ് ആകുമ്പോൾ അവിടെ തെർമൽ നോയ്സ് വന്നിരുന്നു, അത് ഒഴിവാക്കാൻ വേണ്ടി ഹൈ ഇംപെഡൻസ് കൊടുത്തു. ഹൈ ഇംപെഡൻസ് വരുമ്പോൾ തെർമൽ നോയ്സ് കുറവാകും, പക്ഷേ അതിൽ നമ്മുടെ ഡൈനാമിക് റേഞ്ച് അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കുറയും. സോ ട്രാൻസ് ഇംപെഡൻസ് ഫ്രണ്ട് എൻഡിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലോഡ് റെസിസ്റ്റർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും, മാത്രമല്ല ഇവിടെ തെർമൽ നോയ്സ് റെഡ്യൂസ് ചെയ്യും. സോ എല്ലാ രണ്ട്, അതായത് ലോ ഇംപെഡൻസും അതുപോലെ തന്നെ ഹൈ ഇംപെഡൻസ് ഫ്രണ്ട് എൻഡിൻ്റെയും ഡിസഡ്വാൻറ്റേജ് ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ട്രാൻസ് ഇംപെഡൻസ് ഫ്രണ്ട് എൻഡിൽ. ഓക്കെ, so here it provide greater bandwidth and reduce the thermal noise. Okay, so that's all about today's class. Thank you. Have a nice day.